നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം. കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഇരുപത്തിനാല് മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. 99-ാം സർഗത്തിലെ 24-ാമത്തെ ശ്ലോകം. പ്രാഗുദപ്രവണാം വേദിം വിശാലാം ദീപ്തപാവകാം ദദർശ ഭരതസ്തത്ര പുണ്യാം രാമനിവേശനേ. നിരീക്ഷ്യ സമുഹൂർത്തം തു ദദർശ ഭരതോ ഗുരും ഉടജേ രാമമാസീനം ജടാമണ്ഡലധാരിണം. കൃഷ്ണാജിനധരം തം തു ക്ഷീരവൽക്കലവാസസം ദദർശ രാമമാസീനം അഭിതപാവകോപമം. സിംഹസ്കന്ധം മഹാബാഹും പുണ്ടരീകനിഭേക്ഷണം പൃഥിവ്യാസാഗരാന്തായ ഭർത്താരം ധർമ്മചാരിണം. ഉപവിഷ്ടം മഹാബാഹും ബ്രഹ്മാണാമിവ ശാശ്വതം സ്തണ്ഡിലേ ദർഭസംസ്തീർണേ സീതയാ ലക്ഷ്മണേന ച. തം ദൃഷ്ട്വാ ഭരതഃ ശ്രീമാൻ ശോകമോഹപരിപ്ലുതഃ അഭ്യധാവത ധർമാത്മാ ഭരതകൈകേയീസുതഃ. ദൃഷ്ടൈവ വിലലാവാർത്തോ ബാഷ്പസന്ദിഗ്ധയോ ഗിരാ അശക്നുവൻ വാരയിതും ധൈര്യാത് വചനമബ്രുവൻ. യസംസതി പ്രകൃതിഭിർഭവേദ്യുക്ത ഉപാസ്ഥിതും വന്യൈർമൃഗൈരുപാസീനഃ സോയമാസ്തേ മമാഗ്രജഃ. വാസോഭിർബഹുസാഹസ്രൈര്യോ മഹാത്മാ പുരോചിതഃ മൃഗാജിനേ സോയമിഹ പ്രവസ്തേ ധർമ്മമാചരൻ. 24 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ഇപ്പോൾ ഭരതൻ ജ്യേഷ്ഠൻ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവിടെ മരവുരിയും വില്ലുകളും അതുപോലെ തന്നെ ഉറകളിൽ വെച്ചിരിക്കുന്ന വാളുകളും പരിചകളുമൊക്കെ ദൂരെ നിന്ന് തന്നെ ഭരതൻ കണ്ടുപിടിച്ചു. അങ്ങനെ വളരെ സന്തോഷവാനായി ഇപ്പോൾ ഭരതൻ ജ്യേഷ്ഠൻ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ട്. ശ്ലോകം 24. പ്രാഗുദപ്രവണാം വേദിം വിശാലാം ദീപ്തപാവകാം ദദർശ ഭരതസ്തത്ര പുണ്യാം രാമനിവേശനേ. ആ ശ്രീരാമനിവേശനത്തിൻ്റെ വടക്ക് കിഴക്കു ഭാഗത്ത് അഗ്നി ജ്വലിക്കുന്ന വിശാലമായ പാവനമായ വേദിയും കണ്ടു. 25-26 ശ്ലോകങ്ങൾ. നിരീക്ഷ്യ സമുഹൂർത്തം തു ദദർശ ഭരതോ ഗുരും ഉടജേ രാമമാസീനം ജടാമണ്ഡലധാരിണം.
കൃഷ്ണാജിനധരം തം തു ക്ഷീരവൽക്കലവാസസം ദദർശ രാമമാസീനം അഭിതപ്പാവകോപമം. 25-26 ശ്ലോകങ്ങളുടെ അർത്ഥം. കുറച്ചുനേരം നോക്കിയപ്പോൾ ഉടജത്തിൽ ജടാമണ്ഡലധാരിയായിരിക്കുന്നവനും കൃഷ്ണമൃഗത്തോലും മരവുരിയും ധരിച്ചവനുമായി അഗ്നി പോലെ ജ്വലിക്കുന്നവനായ രാമൻ ഇരിക്കുന്നത് കണ്ടു. 27-28 ശ്ലോകങ്ങൾ. സിംഹസ്കന്ധം മഹാബാഹും പുണ്ടരീകനിഭേക്ഷണം പൃഥിവ്യാസാഗരന്തായ ഭർത്താരം ധർമ്മചാരിണം. ഉപവിഷ്ടം മഹാബാഹും ബ്രഹ്മാണമിവ ശാശ്വതം സ്തണ്ഡിലേ ദർഭസംസ്തീർണേ സീതയാ ലക്ഷ്മണേന ച. സിംഹസ്കന്ധനും മഹാബാഹുവും താമര ഇതൾ കണ്ണനും ധർമ്മനിരതനുമായവനും ആഴിചൂഴുന്ന ഭൂമിക്ക് അധിപനായവനും ബ്രഹ്മാവനെപ്പോലെ ശാശ്വതനുമായി ദർഭ വിരിച്ച നിലത്ത് സീതയോടും ലക്ഷ്മണനോടും കൂടി ഇരുന്നരുളുന്ന തൻ്റെ ജ്യേഷ്ഠൻ രാമനെ കണ്ടു. ശ്ലോകം 29. തം ദൃഷ്ട്വാ ഭരതശ്രീമാൻ ശോകമോഹപരിപ്ലുതഃ അഭ്യധാവത ധർമാത്മാ ഭരതകൈകേയീസുതഃ. ശ്ലോകം 29 അർത്ഥം. അദ്ദേഹത്തെ കണ്ടപ്പോൾ ശോകത്താലും ബുദ്ധി കെട്ടുപോകുന്ന അവസ്ഥയാലും പരവശനായ ഭരതൻ കൈകേയിപുത്രൻ ഓടിച്ചെന്നു ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക്. ശ്ലോകം 30. ദൃഷ്ടൈവ വിലലാവാർത്തോ ബാഷ്പസന്നിഗ്ധയാ ഗിരാ അശക്നുവൻ വാരയിതും ധൈര്യാദ്വചനമബ്രുവൻ. കണ്ടപാടെ തന്നെ ഇങ്ങനെ ആർത്തനായി തൊണ്ടയിടറിക്കൊണ്ട് അടക്കാനാവാതെ വിലപിക്കുകയും ചെയ്തു. ശ്ലോകം 31. യസംസതി പ്രകൃതിഭിർ ഭവേത്യുക്ത ഉപാസ്ഥിതും വന്യൈർമൃഗൈരുപാസീന സോയമാസ്തേ മമാഗ്രജഃ. സംസത്തിൽ, അതായത് രാജസദസ്സിൽ പൗരമുഖ്യർ ഉപാസിക്കുന്നവനായിരിക്കേണ്ട മഹാരാജാവായ ജ്യേഷ്ഠൻ ഇതാ കാട്ടുമൃഗങ്ങൾ ഉപാസിക്കുന്നവനായി ഇവിടെ ഇരിക്കുന്നു. ശ്ലോകം 32. വാസോഭിർബഹുസാഹസ്രൈര്യോ മഹാത്മാ പുരോചിതഃ മൃഗാജിനേ സോയമിഹ പ്രവസ്തേ ധർമ്മമാചരൻ. ആയിരങ്ങൾ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ചാർത്തിയിരുന്ന ആ മഹാപുരുഷനിത ധർമാചരണത്തിൽ മുഴുകി മാൻതോലുടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു. 32 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.